ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LDC ആലപ്പുഴ 2011 LDC ആലപ്പുഴ ജില്ലയിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇത് മുൻപിട്ട ഒരു വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് ഇടുന്നത്. ആ വീഡിയോയിൽ നമ്മൾ 35 വരെയുള്ള ക്വസ്റ്റ്യൻ നോക്കിയായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ആൻസറും ഈ വീഡിയോയിൽ നോക്കാം. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. O ഗ്രൂപ്പിലാണ് ആൻറ്റിജൻ ഇല്ലാത്തത്. ആൻറ്റിജൻ എന്ന് പറയുന്നത് എയും ബിയുമാണ്. എ ആൻഡ് ബി ആണ് ആൻറ്റിജൻ. എ ഗ്രൂപ്പിൽ എ ആൻറ്റിജനും ബി ഗ്രൂപ്പിൽ ബി ആൻറ്റിജനും AB ഗ്രൂപ്പിൽ എയും ബിയും ഉണ്ടാകും. O ഗ്രൂപ്പിൽ ആൻറ്റിജൻ ഒന്നും തന്നെയില്ല. ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കല ഏതാണ്? ഫ്ലോയം. ഫ്ലോയമാണ് ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കല. ശരീരത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ജീവകം ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡാണ് ശരീരത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ജീവകം. സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം സ്വർണം. സ്വർണമാണ് സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം. നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്നത് കോണ്ടാക്ട് പ്രക്രിയയിലൂടെയാണ്. കോണ്ടാക്ട് പ്രക്രിയയിലൂടെ നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്നു. പൊട്ടാസ്യം, സോഡിയം എന്നീ ലോഹങ്ങൾ നിർമ്മിക്കുന്നത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ്. സിങ്ക്, വെള്ളി എന്നിവ നിർമ്മിക്കുന്നത് സയനൈഡ് പ്രക്രിയയിലൂടെയാണ്. അയണിനെ സ്റ്റീലാക്കി മാറ്റുന്ന പ്രക്രിയ ഓപ്പൺ ഹാർത്ത് പ്രക്രിയ എന്നിവയിൽ അറിയപ്പെടുന്നു. ഇരുമ്പിൽ സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ എന്നിവയിലാണ് അറിയപ്പെടുന്നത്. ഡോട്ട് എന്നത് ഏത് രോഗത്തിനുള്ള ചികിത്സാ രീതിയാണ്? ക്ഷയം. ക്ഷയത്തിനുള്ള ചികിത്സാ രീതിയാണ് ഡോട്ട്. മാൻഡോ, ട്യൂബർക്കുലിൻ ടെസ്റ്റ് ഇവയെല്ലാം ക്ഷയരോഗം നിർണ്ണയിക്കുന്ന ടെസ്റ്റുകളാണ്. മാൻഡോ, ട്യൂബർക്കുലിൻ ടെസ്റ്റ് ഇതെല്ലാം ക്ഷയരോഗം നിർണ്ണയിക്കുന്ന ടെസ്റ്റുകളാണ്. ഹിസ്റ്റാമിൻ, ലെപ്രോമിൻ ഇതെല്ലാം കുഷ്ഠരോഗം നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ്. ഹിസ്റ്റാമിനും ലെപ്രോമിനും. എയ്ഡ്സ് നിർണ്ണയിക്കുന്ന ടെസ്റ്റുകളാണ് എലീസ, വെസ്റ്റേൺ ബ്ലോട്ട്, നേവ, റാപ്പിഡ്, PCR. റാപ്പിഡ്, വെസ്റ്റേൺ ബ്ലോട്ട്, എലീസ ഇതെല്ലാം എയ്ഡ്സ് രോഗം നിർണ്ണയിക്കുന്ന ടെസ്റ്റുകളാണ്. ക്യാൻസർ രോഗം നിർണ്ണയിക്കാൻ വേണ്ടി ബയോപ്സിയാണ് ചെയ്യാറ്. ബയോപ്സിയാണ് ക്യാൻസർ രോഗം നിർണ്ണയിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അക്ബറിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന വ്യക്തി രാജ തോഡർമാൾ. രാജ തോഡർമാളാണ് അക്ബറിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന വ്യക്തി. അക്ബറിൻ്റെ സദസ്യരായിരുന്ന 9 പ്രമുഖ വ്യക്തികളെ ചേർത്ത് നവരത്നങ്ങൾ എന്ന് വിളിച്ചിരുന്നു. അക്ബറിൻ്റെ സദസ്യരായിരുന്ന 9 പ്രമുഖ വ്യക്തികളെ ചേർത്ത് നവരത്നങ്ങൾ എന്ന് വിളിച്ചിരുന്നു. രാമചരിതമാനസ് രചിച്ച തുളസിദാസ്, സംഗീതജ്ഞനായിരുന്ന താൻസൻ തുടങ്ങിയവർ ഇക്കാലത്ത് ജീവിച്ചിരുന്നവരാണ്. അക്ബർക്ക് വേണ്ടി താൻസൻ പ്രത്യേകമായി തയ്യാറാക്കിയ രാഗമാണ് ദർബാറി രാഗം. ദർബാർ രാഗം അക്ബർക്ക് വേണ്ടി താൻസൻ പ്രത്യേകമായി തയ്യാറാക്കിയ രാഗമാണ്. ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവ് മുസോളിനി. മുസോളിനിയാണ് ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. നിണവും ഇരുമ്പും എന്ന നയം ഉപയോഗിച്ച് ജർമ്മനിയെ ഏകീകരിച്ചത് ബിസ്മാർക്കാണ്. നിണവും ഇരുമ്പും. നാസിസത്തിൻ്റെ ഉപജ്ഞാതാവ് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ നാസിസവും മുസോളിനി ഫാസിസവുമാണ്. ഹിറ്റ്ലറുടെ ആത്മകഥ മെയിൻ കാഫാണ്. നാസിസത്തിൻ്റെ ബൈബിൾ എന്നാണ് ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത്. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് ഗസ്റ്റപ്പോ ആണ്. മാസിഡോണിയയിലെ രാജാവായിരുന്നു അലക്സാണ്ടർ. അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ചത് BC 326 ഇന്ത്യ ആക്രമിച്ച ആദ്യ യൂറോപ്യനും അലക്സാണ്ടറാണ്. BC 326 അലക്സാണ്ടറും പോസറും ഏറ്റുമുട്ടിയത് ഹൈഡാസ്പസ് യുദ്ധത്തിലായിരുന്നു. ഹൈഡാസ്പസ് യുദ്ധത്തിലാണ് BC 326 അലക്സാണ്ടറും പോസറും തമ്മിൽ ഏറ്റുമുട്ടിയത്. അലക്സാണ്ടർ അവസാനത്തെ വാചകം ആവശ്യത്തിലധികം വൈദികന്മാരുടെ സഹായത്താലാണ് ഞാൻ മരിക്കുന്നത് എന്നായിരുന്നു. ഇന്ത്യയിലെ 1ാം സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. മീററ്റിലാണ് ഇന്ത്യയിലെ 1ാം സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി പൊട്ടിപ്പുറപ്പെട്ടത്. 1857 1ാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്.
1857 എന്ന പുസ്തകം എഴുതിയത് സുരേന്ദ്രനാഥ് സെന്നാണ്. സുരേന്ദ്രനാഥ് സെന്നിൻ്റെ പുസ്തകമാണ് 1857. 1857 ദി ഗ്രേറ്റ് റിബല്യൻ എന്ന കൃതിയുടെ കർത്താവ് അശോക് മേത്തയാണ്. 1857 സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഗവർണർ ജനറൽ സ്ഥാനത്തിന് പകരം വന്ന സ്ഥാനമാണ് വൈസ്രോയി. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ട ആക്ട് ഏത്? 1858 ആക്ട്. 1858 ആക്ടാണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ട ആക്ട്. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട വർഷമാണ് 1858. 1873 റെഗുലേറ്റിംഗ് നിയമപ്രകാരം നിയമിതനായ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. 1773 റെഗുലേറ്റിംഗ് നിയമം. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതാരെ? ഡൽഹൌസി. ഡൽഹൌസിയാണ് ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ തപാൽ സമ്പ്രദായം ആരംഭിച്ച വൈസ്രോയും ഡൽഹൌസിയാണ്. ഇന്ത്യയിൽ തപാൽ സമ്പ്രദായം ആരംഭിച്ച വൈസ്രോയി ഡൽഹൌസിയാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി. ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി നിയമം നടപ്പിലാക്കിയത് റിപ്പൺ പ്രഭുവാണ്. 1802 ശിശുഹത്യ നിരോധിച്ചത് വെല്ലസ്ലി പ്രഭുവായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ്. കാനിങ് പ്രഭുവായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി. ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ് ആണ് ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. വാറൻ ഹേസ്റ്റിംഗ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭുവാണ്. വില്യം ബെൻഡിക് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭുവാണ്. കാനിങ് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ലൂയി മൗണ്ട് ബാറ്റനാണ്. ലൂയി മൗണ്ട് ബാറ്റനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റനാണ്. ലൂയി മൗണ്ട് ബാറ്റനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ഒടുവിലത്തെ ഗവർണർ ജനറലും സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഒടുവിലത്തെ ഗവർണർ ജനറൽ. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928. 1928 ബർദോളി സത്യാഗ്രഹം നടന്നത്. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം. ഭൂനികുതി വർധനവിനെതിരെ. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ബർദോളി സത്യാഗ്രഹത്തിന് വല്ലഭായ് പട്ടേൽ നൽകിയ നേതൃത്വത്തെ അനുസ്മരിച്ചാണ് ഗാന്ധിജി അദ്ദേഹത്തിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത്. ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട ചമ്പാരൻ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ബീഹാർ. ബീഹാറിലാണ് ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്. 1918 ഖേദ സമരം നടന്നത് അഹമ്മദാബാദിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് പഞ്ചാബിലാണ്. ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം എന്ന ഗ്രന്ഥം ആരുടെ രചനയാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ രചനയാണ് ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം. ഡെത്ത് ആൻഡ് ആഫ്റ്റർ വേക്കപ്പ് ഇന്ത്യ എന്ന ഗ്രന്ഥം ആനി ബസന്റ് എഴുതിയ ഒരു പുസ്തകമാണ്. ഡെത്ത് ആൻഡ് ആഫ്റ്റർ വേക്കപ്പ് ഇന്ത്യ ആനി ബസന്റിൻ്റെ പ്രസിദ്ധമായ കൃതികളാണ്. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ പ്രസിദ്ധ കൃതികളാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കണ്ണീരും കിനാവും, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു. താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. 1966 ജനുവരി 11 താഷ്കന്റ് കരാറിൽ ഒപ്പിട്ടു. 1966 ജനുവരി 11. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്?
അഞ്ചാം പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഗരീബി ഹഠാവോ. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിലിൽ സ്വയം പര്യാപ്തത എന്നിവ ലക്ഷ്യം വെച്ച് ഇന്ദിരാഗാന്ധി 20 ദിന പദ്ധതി 1975 നടപ്പിലാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ ഏത് രാജ്യത്തിൽ നിന്ന് സ്വീകരിച്ചതാണ്? അയർലൻഡ്. അയർലൻഡിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി. ഇതിന് ശരിയുത്തരമല്ല. ശരിയായിട്ടുള്ള ഉത്തരം ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. 1818. ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി. 1956 എല്ലാ ഇൻഷുറൻസ് കമ്പനികളെയും ദേശസാൽക്കരിച്ചു. 1971 എല്ലാ ജനറൽ ഇൻഷുറൻസ് കമ്പനികളെയും ഗവൺമെൻറ് ഏറ്റെടുത്തു. LIC ആരംഭിച്ചത് 1956 1956. LICയുടെ ആസ്ഥാനം മുംബൈയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. മൊത്തം ശാഖകളുടെയും ജീവനക്കാരുടെ എണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ വാണിജ്യ ബാങ്കാണ് SBI. ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976. 1976 ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ചത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടതെന്ത്? ബാലവേല. ബാലവേലയാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. പട്ടികജാതിക്കാർക്കായി ഇന്ത്യൻ പാർലമെന്റിൽ എത്ര സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? ഇത് ശരിയുത്തരമല്ല. ശരിയായിട്ടുള്ള ഉത്തരം 84. പട്ടികജാതിക്കാർക്കായി ഇന്ത്യൻ പാർലമെന്റിൽ 84 സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. കേരള നിയമസഭയിൽ 14 മണ്ഡലങ്ങൾ പട്ടികജാതിക്കാർക്കും 2 മണ്ഡലങ്ങൾ പട്ടികവർഗക്കാർക്കും സംവരണം ചെയ്തിട്ടുണ്ട്. പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ഔട്ടർ ഡൽഹിയാണ്. ഏറ്റവും കുറച്ച് വോട്ടർമാരുള്ള മണ്ഡലം ലക്ഷദ്വീപാണ്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ മനുഷ്യാവകാശ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വ്യക്തി. അരുന്ധതി റോയ്. അരുന്ധതി റോയ് ആണ് ഈ തന്നിരിക്കുന്നവരിൽ മനുഷ്യാവകാശ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വ്യക്തി. ലോക വനിതാ ദിനം മാർച്ച് 8. മാർച്ച് 8 ലോക വനിതാ ദിനം. സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനമാണ്. സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. മാർച്ച് 8 ലോക വൃക്ക ദിനം കൂടിയാണ്. മാർച്ച് 8 ലോക വൃക്ക ദിനവും ലോക വനിതാ ദിനവുമാണ്. ഒക്ടോബർ 8 ദേശീയ വ്യോമസേനാ ദിനമാണ്. ഒക്ടോബർ 8 ദേശീയ വ്യോമസേനാ ദിനമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഈ എക്സാം നടക്കുന്ന സമയത്ത് KG ബാലകൃഷ്ണനായിരുന്നു. എന്നാൽ ഇപ്പോഴത് HL ദത്തു ആണ്. HL ദത്തു ആണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.